ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതിൽ ഹാലജൻ ഫാമിലീൻ്റെ ജനറൽ ക്യാരക്ടറൈസ്റ്റിക്സ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ്? പേജ് നമ്പർ 103 ടെക്സ്റ്റ് എടുക്കാം. അപ്പോൾ ഇൻ്റർഹാലജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻസ് ആണ് 17th ഗ്രൂപ്പിലെ എലമെൻറ്റ്സ്, ഹാലജൻസ്. അപ്പം ഇൻ്റർ മീൻസ് അവർ പരസ്പരം. ഇപ്പോൾ ഇൻ്റർഹാലജൻ ചില ഹാലജൻസ് ഏതൊക്കെയാണുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇത്രയും ആൾക്കാരാണ് നമ്മളെ ഹാലജൻ മെമ്പേഴ്സ്, ഹാലജൻ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട്, ഇപ്പം ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ, ബ്രോമിനും അയഡിനും, അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ഫോം ചെയ്ത് ഒരു കോമ്പൗണ്ടായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ഹാലജൻസ് ആണ്, അതിൽ മറ്റാരും മെമ്പേഴ്സായിട്ട് വരുന്നില്ല. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൗണ്ട്സ് ഫോം ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. അപ്പോൾ എന്താണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്നുള്ളത് ഇവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്യണം. ഹാലജൻസ് കമ്പൈൻ among themselves to form a number of compounds of the type. ഏത് ടൈപ്പാ? XX'. എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാലജനാണ്. ഇവിടെ ഡാഷ് ഇട്ടത് വിത്ത് വേറൊരു ഹാലജനാണെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇത് ക്ലോറിൻ ആണെങ്കിൽ ഇത് ഫ്ലൂറിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഹാലജനാണെന്ന് കാണിക്കാനാണ് ഇവിടെ ഡാഷ് ഇട്ടത്. അപ്പോൾ XX' ടൈപ്പ് ഉണ്ട്, X3' ഉണ്ട്, പിന്നെന്താണുള്ളത്? XX5' ഉണ്ട്, XX7. അതായത് ഒറ്റ സംഖ്യ എന്നാൽ ഓർത്താൽ മതി. ഇവിടെ 1, 3, 5, 7 ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സാണ് ഈ ടൈപ്പ് മാത്രമേ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പിന് എക്സാമ്പിൾ CLF, CLും ക്ലോറിനും ഫ്ലൂറിനും തമ്മിലുള്ള ഒരു കോമ്പൗണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഞാൻ X' കോമ്പൗണ്ടിനെ പറ്റി പറയാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഈ ഹാലജൻ എപ്പോഴും വലിയ ഹാലജൻ, സൈസ് കൂടിയ ഹാലജനെ ആയിരിക്കണം. സെക്കൻഡ് എടുക്കുന്ന ഹാലജന് സൈസ് കുറവായിരിക്കണം. അതാണ് ഇതിലെ പ്രധാന റൂള്. ഇപ്പോൾ നമ്മൾ CLF എന്നുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം ക്ലോറിനാണ് ഫ്ലൂറിനേക്കാൾ വലിപ്പം കൂടുതൽ. അപ്പോൾ ഈ വലിപ്പം കൂടിയിട്ടുള്ള ക്ലോറിൻ ആയിരിക്കണം ആദ്യത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ ആൾ വലിപ്പം കുറവുള്ള ഫ്ലൂറിൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ X3ക്ക് ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിലുണ്ട്, CLF3 ആണ് ഈ ഒരു X3 ടൈപ്പിൻ്റെ എക്സാമ്പിൾ. എക്സിൻ്റെ സ്ഥാനത്ത് CL, X3ൻ്റെ സ്ഥാനത്ത് F3. അതായത് ഇവിടെ വലിപ്പം കൂടുതലുള്ള ക്ലോറിനും അടുത്തത് വലിപ്പം കുറവുള്ള ഫ്ലൂറിനും. സോ ഈ ഒരു പാറ്റേൺ അവിടെ ടെക്സ്റ്റിൽ വരച്ച് വെക്കണം. ആദ്യത്തെ ഹാലജന് വലിപ്പം കൂടുതലായിരിക്കും, രണ്ടാമത്തെ ഹാലജന് വലിപ്പം കുറവായിരിക്കും. ഇങ്ങനെയാണ് XX' എന്ന് പറയുന്ന ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്? XX1, പിന്നെ ഒറ്റ സംഖ്യകൾ മാത്രം നോർത്താൽ മതി. XX3, ദെൻ XX5, ദെൻ XX7. 7 വരെയുള്ള കോമ്പൗണ്ട്സേ ഉള്ളൂ, XX7 വരെ കേട്ടോ. ഇത്തരം ഈ 4 ടൈപ്പ് മാത്രമേ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പേജ് എടുക്കാം. നെക്സ്റ്റ് പേജിലുള്ള ജനറൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിനെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിന് 3 മെത്തേഡാണുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണ്? ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക? 2 ഹാലജൻസിനെ പരസ്പരം റിയാക്ട് ചെയ്യിപ്പിക്കുക അറ്റ് എ ടെമ്പറേച്ചർ. അപ്പോൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ ഇൻ്റർഹാലജൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹാലജൻസ്. ഹാലജൻസ് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്താൽ എന്ത് ഫോം ചെയ്യുന്നു? ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രിപ്പറേഷൻ ഈസിയാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് ക്ലോറിനും ഫ്ലൂറിൻ മോളിക്യൂളും കൂടി ഡയറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യാണ് 250 ഡിഗ്രി സെൽഷ്യസിൽ. Cl2 + F2 gives 2CLF. അപ്പോൾ ഇവിടെ ഏത് ടൈപ്പ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് അപ്പോൾ ഫോം ചെയ്തത്? XX' ടൈപ്പാണ് ഫോം ചെയ്തത് അല്ലേ? ഇവിടെയാണെങ്കിലോ XX3 ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ XX5 ടൈപ്പ്. അപ്പോൾ ഓരോ ടൈപ്പ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ ഈ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ ഒരു എക്സാമ്പിളെങ്കിലും പഠിക്കാം. അതായത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ 3 ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹാലജൻസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മാത്രം പഠിക്കാം. രണ്ടാമത്തെ എന്താ നോക്കാം, ഹയർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക. ഇത് ലോവർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ആണ്. ഹയർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഓൾറെഡി ഉള്ള ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് വേറൊരു ഹാലജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോഴാണ് ഹയർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും XX5 വരെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ.
ഇവിടെയാണെങ്കിലോ X7 വരെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഹയർ. അപ്പോൾ ഹയർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് വേറൊരു ഹാലജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇൻ ബിറ്റ്വീൻ ഹാലജൻ ആണെങ്കിൽ ഇവിടെ റിയാക്ഷൻ ബിറ്റ്വീൻ എൻ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ആൻഡ് ദെൻ എ ഹാലജൻ ആണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. റിയാക്ഷൻ ബിറ്റ്വീൻ സർട്ടൻ മെറ്റൽ ഹാലൈഡ്സ്. KBr ഇപ്പോൾ ഒരു മെറ്റൽ ഹാലൈഡാണ്. ഒരു മെറ്റൽ ഹാലൈഡ്. അപ്പോൾ ഒരു മെറ്റൽ ഹാലൈഡ് ഹാലജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് കിട്ടുന്നു. അത് ഹയർ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടാണ് കിട്ടുക. ഇങ്ങനെ 3 ടൈപ്പ് മെത്തേഡാണ് പ്രിപ്പറേഷനിലുള്ളത്. ഇത് നോട്ടിലേക്ക് എഴുതണം. ഓരോന്നിൻ്റെയും ഓരോ എക്സാമ്പിൾ വെച്ച് എഴുതിയാൽ മതി. ഇനി ജനറൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാനുള്ളത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് ഈ പ്രിപ്പറേഷൻ വരിക. ഇനി നമുക്ക് നോക്കാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ആദ്യം അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോവാലൻ്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അയോണിക് അല്ല, കോവാലൻ്റ് മെറ്റീരിയൽസ് ആണ്. അത് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ഈ ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം റിയാക്ട് ചെയ്ത ഹാലജനേക്കാൾ ഹയർ ആയിരിക്കും. അതൊരു മെയിൻ പോയിൻ്റാണ്. സോ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എപ്പോഴും എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ആൻഡ് ദ ഗ്രേറ്റർ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഹാലജൻസ്. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത് ക്ലോറിൻ ആണെന്ന് വിചാരിക്കാം. അപ്പം ClF കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്ലോറിൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആണ്, ഫ്ലോറിൻ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും ബോണ്ടിൽ ഉണ്ടാവുക. സോ ദ ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോണ്ട്, ഹാലജൻസ് തമ്മിലുള്ള ബോണ്ടിന് ഗ്രേറ്റർ ഡിഫറൻസ് ഉള്ള കാരണം ദ മോർ പോളാർ ദ കോമ്പൗണ്ട്, ഈ ഒരു കോമ്പൗണ്ട് എന്തായിരിക്കും? അപ്പം മോർ പോളാർ ആയിരിക്കും. ഈ ഒരു ബോണ്ടിന് ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള കാരണം ഈ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മോർ പോളാർ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയാനുള്ളത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും നിങ്ങൾ കേട്ട് കാണും. ഡയാമാഗ്നറ്റിക്കിൻ്റെ അർത്ഥം എന്താ? അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, ഫുള്ളി പെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഡയാമാഗ്നറ്റിക് ആണ്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദർ ആർ നോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദയർ മോളിക്യൂൾ. അവരുടെ മോളിക്യൂളിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത്രയും പറയാനുള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കോവലൻ്റ് കോമ്പൗണ്ട് ആയിരിക്കും. അവർ തമ്മിലുള്ള ബോണ്ട് മോർ പോളാർ ആണ്. ആൻഡ് ദെൻ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് അവർ സാധാ റിയാക്ട് ചെയ്ത ഹാലജൻസിനേക്കാൾ, ഇപ്പോൾ ക്ലോറിനും ഫ്ലൂറിനും ആണെങ്കിൽ ക്ലോറിൻ്റെയും ഫ്ലൂറിൻ്റെയും മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റൊക്കെ കൂടുതലായിരിക്കും അവർ തമ്മിലുണ്ടായ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിൻ്റെ ടെമ്പറേച്ചർ. അതുപോലെ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് റിയാക്ടിവിറ്റി ആൻഡ് ജനറൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് മോർ റിയാക്റ്റീവ് ആണ്. ഇവിടെ നിന്ന് എഴുതി വെച്ചോ. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു വലിയൊരു പാരഗ്രാഫിൽ നമുക്ക് പറയാനുള്ളത് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് മോർ റിയാക്റ്റീവ് ആണ്. മോർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അത് വേഗം റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ വേഗം റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? ഈ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് തമ്മിലുള്ള ഈ ബോണ്ടില്ലേ, അത് ഏത് ബോണ്ടായിരിക്കും? വീക്ക് ബോണ്ടായിരിക്കും. വീക്ക് ബോണ്ട് ആണെങ്കിലേ ഉള്ളൂ പെട്ടെന്ന് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിയാക്ടിവിറ്റി ഹൈ റിയാക്ടിവിറ്റിയാണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിന്. അതിന് കാരണം ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് എന്ന് പറയുന്നത് വീക്കാണ്. അത് ഈ പാരഗ്രാഫിലുണ്ട്, അണ്ടർലൈൻ ചെയ്യണം. In general, interhalogen compounds are more reactive than halogens. This is because X bond in an interhalogen is weaker than the bond between identical halogen atom. അതായത് എന്താ ഐഡൻറ്റിക്കൽ ഹാലജൻ ആറ്റം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഞാനിവിടെ X ആട്ടത്. ഇപ്പോൾ CLഉം തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. ഈ ബോണ്ടിനേക്കാൾ വീക്കാണ് CLഉം ഇപ്പം Fഉം ക്ലോറിനും ഫ്ലോറിനും തമ്മിലുള്ള ഈ ബോണ്ട് എന്തായിരിക്കും? വീക്കായിരിക്കും. മനസ്സിലായോ? സെയിം ഹാലജൻസ് തമ്മിലുള്ള ബോണ്ടിനേക്കാൾ വീക്കാണ് ഡിഫറെൻ്റ് ഹാലജൻസ് തമ്മിലുള്ള ബോണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് മോർ റിയാക്റ്റീവ് ആണ് എന്ന് പറയാൻ കാരണം. അത് മനസ്സിലായല്ലോ? ഇനി ഇവിടെ ഒരു ഓർഡർ കാണും. ഇതൊന്ന് ബോക്സിലാക്കി വെക്കണം. ദ ജനറൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഇൻ്റർഹാലജൻസ്. അപ്പോൾ ഇൻ്റർഹാലജൻസിലെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ക്ലോറിനും ClF ആണ്. അതായത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ആ ഒരു ഓർഡറിൽ തന്നെ ക്ലോറിനും ഫ്ലൂറിനാണ് രണ്ടാമത്തെ എലമെൻറ്റ് എങ്കിൽ
ഈ ഒരു ഓർഡർ, റിയാക്ടിവിറ്റീൻ്റെ ഓർഡർ ആദ്യം ക്ലോറിനും ഫ്ലൂറിനും തമ്മിലുള്ള കോമ്പൗണ്ടിൻ്റെ ആയിരിക്കും. അതായത് വലിപ്പം കുറവ്, പിന്നെ വലിപ്പം കൂടുതൽ, ഏറ്റവും വലിപ്പം കൂടുതൽ അയഡിൻ അല്ല. അപ്പം വലിപ്പം കുറവുള്ള ആളും ഫ്ലൂറിനും തമ്മിലുള്ള ബോണ്ടുള്ള കോമ്പൗണ്ടിൻ്റെ ആയിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെയിം ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് അത് കരുതാം, ബ്രോമിനും ഫ്ലൂറിനും കൂടിയാണ് ഇവിടെ 3 കോമ്പൗണ്ട് ഉണ്ടായത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്ലൂറിൻ്റെ എണ്ണം കൂടുതലുള്ളത് ആർക്കാണോ അവർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടെ 5 ഫ്ലൂറിൻ ഉണ്ട്, BrF5 ഇവർക്കായിരിക്കും കൂടുതൽ. ദെൻ ദാറ്റ് BrF3, പിന്നെ BrF. ഈ 3 എണ്ണത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് within the interhalogen series having common halogens, the compound with the highest value of N, ഈ Nൻ്റെ വാല്യൂ കൂടുതലുള്ള ആൾക്കാർക്കായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. ഇനി ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൽ ഏറ്റവും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന 2 ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഉണ്ട്. അതാണ് ClF3യും BrF3യും. അപ്പോൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ഏതൊക്കെയാ? ClF3 ആൻഡ് BrF3. അപ്പോൾ ഈ ClF3ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ClF3 ട്രൈഫ്ലൂറോ ക്ലോറൈഡ് എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഹൈലി റിയാക്റ്റീവാണ്. നമ്മൾ കോൺക്രീറ്റ് ഇല്ലേ, സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കോൺക്രീറ്റ്, അതായിട്ട് വരെ ഇത് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് അല്ല ഉറച്ച് കിടക്കുന്ന സാധനമാണ്, അതായിട്ട് വരെ ഈ ക്ലോറിൻ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യാൻ ഹൈലി റിയാക്റ്റീവാണ് ClF3. ഈവൻ നമ്മൾ ആസ്പെറ്റോസിന് ഷീറ്റില്ലേ, നമ്മളെ വീടിൻ്റെ മേലേക്ക് ഇടുന്ന ആസ്പെറ്റോസിന് ഷീറ്റ്, അതൊക്കെ ഇപ്പം ബാൻ ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കാൻ പാടില്ല പൊല്യൂഷൻ കാരണം. പക്ഷെ അതുവരെ ഇത് റിയാക്ട് ചെയ്യും, അതിനെ വരെ കത്തിക്കാനുള്ള കഴിവ് ട്രൈഫ്ലൂറോ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇതൊരു എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ClF3ൻ്റെ പ്രത്യേകതകൾ, ഇത് ഹൈലി റിയാക്റ്റീവാണ്. ഈവൻ കോൺക്രീറ്റ് ആയിട്ട് ഇവർ ഇത് റിയാക്ട് ചെയ്യും. ഇതൊരു ഫ്ലൂറിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് വാട്ടറായിട്ട് എക്സ്പ്ലോസീവ്ലി റിയാക്ട് ചെയ്യും. അതായത് വാട്ടർ ആഡ് ചെയ്താൽ ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ വാട്ടറായിട്ട് മാത്രമല്ല, വാട്ടറായിട്ട്, റബ്ബറായിട്ട്, മോസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ടായിട്ട് ഇത് എക്സ്പ്ലോസീവ്ലി റിയാക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് ആസ്പെറ്റോസിന് വരെ ഇഗ്നൈറ്റ് ചെയ്യും, കത്തിക്കാനുള്ള പവർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ClF3ൻ്റെ മാത്രം പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്. ഇതേ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്ന മറ്റൊരാളാണ് BrF3, ട്രൈഫ്ലൂറോ ബ്രോമൈഡ്. സോ ഈ 2 കോമ്പൗണ്ട് മറക്കരുത്. നമ്മളിപ്പം പഠിക്കുന്ന ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 കോമ്പൗണ്ടാണ് ഇത് രണ്ടെണ്ണം. അതൊന്ന് നോക്കി എഴുതി വെക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്ഷൻ വിത്ത് വാട്ടറാണ്. ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. അപ്പോൾ ഇതൊരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ടാണ്. ഇത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ 2 മെയിൻ പ്രൊഡക്റ്റാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ സാധനം ഹാലജൻ ആസിഡ്. ഒരു ഹാലജൻ ആസിഡാണ് ഉണ്ടാകുന്നത്. ഇതും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ലൈക്ക് HCl ഒരു ഹാലജൻ ആസിഡ് ഫോം ചെയ്യുന്നു, ആൻഡ് ഒരു ഓക്സോ ആസിഡുമാണ് ഫോം ചെയ്യുന്നത്. ഈ ഹാലജൻ ആസിഡ് ഫോം ചെയ്യുന്നത് സ്മോളർ ഹാലജനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ X ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ആരായിരുന്നു ചെറുത്, ആരായിരുന്നു വലുത്? ഫസ്റ്റ് കാണുന്ന ആൾ വലുതും രണ്ടാമത്തെ ആൾ ചെറുതുമാണ്. അപ്പോൾ ഈ സ്മോളർ ഹാലജൻ, അതായത് ഈ X' ആയിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? ഹാലജൻ ആസിഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ ലാർജർ ഹാലജൻ എന്ന് പറഞ്ഞാൽ ആരാ? ഫസ്റ്റ് കാണുന്ന X. ഈ X ആണ് എന്ത് ഫോം ചെയ്യുക? ഓക്സോ ആസിഡ് ഫോം ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന റിയാക്ഷൻ ഇതുപോലെ തന്നെ എഴുതി വയ്ക്കുക കേട്ടോ. X plus H2O എന്ന് പറഞ്ഞാൽ ഹാലജൻ ആസിഡ് പ്ലസ് ഓക്സോ ആസിഡാണ്. സ്മോളർ ഹാലജൻ ആസിഡും ലാർജർ ഹാലജൻ ഓക്സോ ആസിഡുമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ICl എന്ന് പറയുന്ന ഒരു ഹാലജൻ ആസിഡ്, അത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ HCl എന്ന് പറഞ്ഞാൽ ഇതിലെ Hഉം ഇത് വലുതും ഇത് ചെറുതുമാണ്. I വലുതും Cl ചെറുതും. അപ്പോൾ ചെറുതാണ് ഹാലജൻ ആസിഡ് തരുന്നത്. അപ്പം ഈ Clഉം Hഉം കൂടെ HCl എന്ന് പറഞ്ഞ ഹാലജൻ ആസിഡ് തരുന്നു. ഇത് ഓക്സോ ആസിഡാണ്, ഓക്സോ ആസിഡ്. ഇതിൽ വലുത് I അല്ലേ? I ആണ്, അതായത് അയോഡിനാണ് ഓക്സോ ആസിഡ് തരുന്നത്. അതുപോലെ തന്നെയായിരിക്കും എല്ലാ റിയാക്ഷനും. അപ്പോൾ ഈ ഒരു കീ പോയിന്റ് മാത്രം ഓർത്താൽ മതി. റിയാക്ഷൻ വിത്ത് വാട്ടറിൽ സ്മോളർ ഹാലജൻ ആസിഡും ലാർജർ ഹാലജൻ ഓക്സോ ആസിഡുമാണ് തരും. ഇനി നെക്സ്റ്റ് ആക്ഷൻ വിത്ത് ആൽക്കലിയാണ്. ഇത് അണ്ടർലൈൻ ചെയ്യുക. ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് റിയാക്ട് വിത്ത് ആൽക്കലി ഗീവിങ് ഹാലൈഡ് അയോൺ. ഹാലൈഡ് അയോൺ നമുക്കറിയാം X- എന്നാണ് എഴുതുക. ഹാലൈഡ് അയോൺ ഡിറൈവ് ഫ്രം ദ സ്മോളർ ഹാലജൻ എന്നാണ് ഹാലൈഡ് അയോൺ തരിക. ആൻഡ് ഹൈപ്പോഹാലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഹൈപ്പോഹാലൈറ്റിൻ്റെ ഫോർമുല XO എന്നാണ്. XO എന്ന് എഴുതുന്നതാണ് ഹൈപ്പോഹാലൈറ്റ്. അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ട് കാണിക്കാം.
ഞാൻ ഈ എഴുതി ബോക്സിലാക്കിയ സാധനം ഒന്ന് ടെക്സ്റ്റിൽ സൈഡിൽ എഴുതി വയ്ക്കുക. ഹൈപ്പോ ഹാലൈറ്റിൻ്റെ ഫോർമുല XO, ഹാലൈറ്റിൻ്റെ ഫോർമുല XO2, ഹാലൈറ്റിൻ്റെ ഫോർമുല XO3 ആൻഡ് പെർ ഹാലൈറ്റിൻ്റെ ഫോർമുല XO4. അപ്പം ഇനി ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ആൽക്കിലായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്മോളർ ഹാലജൻ ഹാലൈഡ് അയോൺ തരും. ആൻഡ് ഹൈപ്പോ ഹാലൈറ്റും പെർ ഹാലൈറ്റും ആനയോൺ ഡിറൈവ്ഡ് ഫ്രം ദ ലാർജർ ആണ്. ഇത്രയും സാധനങ്ങൾ ലാർജർ ആനയോൺസും തരും. പല എക്സാമ്പിൾസ് ആണത്. ഓരോ എക്സാമ്പിൾ വെച്ച് നോട്ടിലേക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് റിയാക്ഷൻ നോക്കാം. ആക്ഷൻ വിത്ത് ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഇതിപ്പം ആക്ഷൻ വിത്ത് ആൽക്കലി, ഇത് ആക്ഷൻ വിത്ത് ആൽക്കലി മെറ്റൽ ഹാലൈഡ്. ആൽക്കലി മെറ്റൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പോളി ഹാലൈഡാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതി വയ്ക്കാം. ഇനി അഡീഷൻ റിയാക്ഷൻസ് ആണ്. അഡീഷൻ റിയാക്ഷൻ നമുക്കറിയാം, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിലേക്ക് നമ്മളൊരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലേക്ക് എന്തിന് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് സൈഡിലേക്കുമാണ് ഇവർ പോവാം. ഒരാൾ ഇവിടേക്കും ഒരാൾ ഇവിടേക്കും പോകും. സോ ജസ്റ്റ് ലൈക്ക് ക്ലോറിനേഷനും ബ്രോമിനേഷനും പോലെ തന്നെ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിൽ നമ്മൾ അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ICl ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ CH2ൻ്റെ അടുത്തേക്ക് Iയും അടുത്ത CH2ൻ്റെ അടുത്തേക്ക് Clഉം പോകും. കണ്ടില്ലേ, ഇതാണ് കോമ്പൗണ്ട്. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ നമുക്ക് അറിയാവുന്ന സംഭവം തന്നെ. ഇത്രയേ ഉള്ളൂ റിയാക്ഷൻസിൽ പറയാനുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചേഴ്സ് ഓഫ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. സ്ട്രക്ചേഴ്സ് ഓഫ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് നമ്മൾ കഴിഞ്ഞ നോബൽ ഗ്യാസിൽ പഠിച്ചില്ലേ? സ്ട്രക്ചർ VSEPR തിയറിയും ഹൈബ്രിഡൈസേഷനും വെച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ആണ് ഇതിലും സ്ട്രക്ചർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് കാരണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് തനിയെ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷനുള്ള കൺസെപ്റ്റും VSEPR തിയറിയും വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇൻ്റർഹാലജൻ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് ചെയ്യാൻ പഠിക്കാം കേട്ടോ. എക്സാമിന് 5 മാർക്കിന് സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കോമ്പൗണ്ടാണ് ClF3. ഓക്കെ, ClF3 നമുക്കറിയാമല്ലേ, ആദ്യം സെൻട്രൽ മെറ്റൽ ആറ്റായിട്ടുള്ള ക്ലോറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണണം. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് 1s2 2s2 2p6 3s2 3p5 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. ക്ലോറിൻ്റെ 17th ഗ്രൂപ്പാണല്ലോ 7. അപ്പോൾ ലാസ്റ്റ് 7 ഇലക്ട്രോൺ ഉണ്ടാവും, 3s2 3p5. ഇനി നമുക്ക് വേണ്ടത് ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 3s2 3p5 ആണ്. ഇവിടെ 3 ഫ്ലോറിനാണുള്ളത്. അപ്പോൾ 3 ഫ്ലോറിനായിട്ട് ക്ലോറിന് ClF3 ഷേപ്പ് അറിയില്ലെങ്കിൽ അത് വെറുതെ ഒന്ന് വരച്ച് വെക്കുക, ClF3. അപ്പോൾ ഈ 3 ബോണ്ട് ഫോം വേണമെങ്കിൽ എന്ത് വേണം? 3 അൺപെയർഡ് ഇലക്ട്രോൺ വേണം. ഇവിടെ ഇപ്പോൾ ഒരു അൺപെയർഡ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഡി ഓർബിറ്റിലേക്ക് ഒന്നിനെ ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ പെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നാവും, ഇവിടേക്ക് ഒന്ന് പോകുമ്പോൾ ഇവിടെ ഒന്നാവും. അപ്പോൾ ഇവിടെ 3s2 3pയിൽ 3 3dയിൽ 1. അപ്പോൾ ഇവർ 3 കൂടെ മെർജ് ചെയ്യുമ്പം ഹൈബ്രിഡൈസ് ചെയ്യുമ്പം നമുക്ക് എന്താ ഹൈബ്രിഡൈസേഷൻ കിട്ടുക? sp3d ഹൈബ്രിഡൈസേഷനാണ്. ഹൈബ്രിഡൈസേഷൻ sp3d ആണെങ്കിൽ ജോമെട്രി എന്താണ്? 3 4 5 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തുവെങ്കിൽ ജോമെട്രി വരിക ട്രൈഗണൽ ബൈപിരമിഡിലാണ്. ആ സാധനം നമ്മൾ എഴുതി വയ്ക്കുക. ഇനി നമുക്കറിയേണ്ട അടുത്ത സ്റ്റെപ്പ് ട്രൈഗണൽ ബൈപിരമിഡൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നടുവിൽ ക്ലോറിൻ കഴിഞ്ഞിട്ട് ട്രൈഗണൽ ബൈപിരമിഡൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് ആദ്യം ചുറ്റിലും വരയ്ക്കുക. 3 ആളിലേക്കും ബോണ്ട് ഇടും, മുകളിലേക്കും താഴേക്കും ഒരു വര വരച്ച ബൈപിരമിഡലായി. ഇനി അറിയേണ്ടത് 3 ഫ്ലൂറിൻ എവിടെ നിൽക്കുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ 3 ഫ്ലൂറിൻ നിൽക്കുന്നത് ഒരാളിവിടെ ആൻഡ് ഇവിടെ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. ആ 2 ലോൺ പെയേഴ്സിന് നമ്മൾ ഇവിടെ വയ്ക്കുകയാണ് ടു മിനിമൈസ് മാക്സിമം റിപ്പൽഷൻ. ലോൺ പെയർ നമ്മൾ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി അതിനെ 2 സൈഡിൽ നിർത്തി. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ജോമെട്രി. ഏതാണ് ആക്ച്വൽ ജോമെട്രി? ട്രൈഗണൽ ബൈപിരമിഡൽ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ജോമെട്രി അല്ല, ഇതിൻ്റെ ജോമെട്രിയാണ്. ആക്ച്വൽ ജോമെട്രി നമ്മൾ എങ്ങനെയായിരുന്നു വരയ്ക്കുക? ആക്ച്വൽ ജോമെട്രി എന്ന് പറയുമ്പം നമ്മൾ ഈ ലോൺ പെയേഴ്സിനെ കട്ട് ചെയ്യും, ഒഴിവാക്കും. ബാക്കിയുള്ള ആളെ മാത്രം വരയ്ക്കുമ്പോൾ ഒരു CL ഇവിടെ, ഒരു F ഇവിടെ, ഒരു F ഇവിടെ, ഒരു F ഇവിടെ. ഇതിപ്പോൾ ഏത് ഷേപ്പാണ്? നമ്മൾ T ഷേപ്പാണല്ലോ. ഈ ടീനെ ഒന്നിങ്ങനെ സൈഡ് ചെരിച്ച് വെച്ചതാണ് ഈ T. അപ്പോൾ T ഷേപ്പിലാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ജോമെട്രി എന്ന് പറഞ്ഞാൽ T ഷേപ്പാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ മോളിക്യൂൾ നോക്കാം. രണ്ടാമത്തെ മോളിക്യൂള് നമ്മുടെ ClF3 പോലെ തന്നെ ഒരാളാണ് ICl3. അപ്പോൾ ഇതിൻ്റെ സെയിം ഹൈബ്രിഡൈസേഷനും കാര്യങ്ങളിലേക്കും പറയാനുണ്ടാവുക.
പക്ഷേ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാരണം റൂം ടെമ്പറേച്ചറിൽ ICl3 ഒരു സിംഗിൾ മോളിക്യൂളായിട്ട് നിൽക്കില്ല. ഇതിപ്പം വരച്ച് കാണിച്ചു തരാം. ഐയും Cl3 അറിയുമ്പം ഒരു Cl ഇവിടെ, ഒരു Cl ഇവിടെ, ഒരു Cl ഇവിടെ. ഇത് ഒരു ICl3 ആണ്. ഇത് അടുത്ത ICl3 ആയിട്ട് മെർജ് ചെയ്ത രൂപത്തിലാണ് അല്ലെങ്കിൽ ഡൈമറൈസ് ചെയ്ത രൂപത്തിലാണ് കിട്ടുക. ഇത് ഒന്ന്, ഈ ഐൻ്റെ ഇതും 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 ഈ ഐൻ്റെയാണ്. ഇനി ഇതും ഇതും ഇവിടെ ഒരു Cl-ഉം കണ്ടോ. ഇവർ പരസ്പരം ഇപ്പോൾ ഇത് ICl3 ട്വൈസ് ആണിത്. 2 ICl3 ഡൈമറൈസ് ചെയ്തിട്ടേ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം മാത്രം ഇവിടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. ICl3 ഡൈമറൈസ് ചെയ്തിട്ടാണ് നിൽക്കുക. ഈ ഡൈമറൈസ് ചെയ്ത പിക്ചറിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ബോണ്ട്, അതായത് ഇത് ICl3 ഒരു ICl3, ഇത് രണ്ടാമത്തെ ICl3 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബ്രിഡ്ജിങ് ബോണ്ടാണ് ഇത് അല്ല. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ബ്രിഡ്ജിങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിങ് ബോണ്ടും ഉണ്ട്, ടെർമിനൽ ആയിട്ടുള്ള ബോണ്ട്സും ഉണ്ട്. ടെർമിനൽ ബോണ്ട് എന്ന് അങ്ങനെ തറ്റത്ത് നിൽക്കുന്ന ബോണ്ട്, ബ്രിഡ്ജിങ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന 2 ആൾ തമ്മിൽ ബ്രിഡ്ജിങ്ങിൽ നിൽക്കുന്ന ബോണ്ട്സ്. ഈ ബ്രിഡ്ജിങ് ബോണ്ട് എന്ന് പറയുന്നത് വലുതായിരിക്കും. ഓക്കെ, ലോങ്ങർ ബോണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ടെർമിനൽ ബോണ്ടിനൊക്കെ നീളം കുറവായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, ബ്രിഡ്ജിങ് ബോണ്ടിന് നീളം കൂടുതലും ടെർമിനൽ ബോണ്ടിന് നീളം കുറവുമായിരിക്കും. പിന്നെ ബോണ്ട് ആംഗിൾ പറയുകയാണെങ്കിലും ടെർമിനൽ ഹാലജൻസ് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 94 ഡിഗ്രിയാണ്. ബ്രിഡ്ജിങ് ഹാലജൻ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 96 ഡിഗ്രിയാണ്. ആൻഡ് ഇവിടെയുള്ള ബോണ്ട് ആംഗിൾ 84 ആണ്. പിന്നെ ഈ നീളം ഞാൻ ഇവിടെ നീളം കൂടുതൽ എന്ന് പറഞ്ഞല്ലോ, ആ നീളം 270 പൈക്കോമീറ്റർ ആണ്. ഈ നീളം എന്ന് പറയുന്നത് 238 പൈക്കോമീറ്റർ ആണ്. ആ നീളത്തിന് അളവൊന്നും പഠിക്കണമെന്നില്ല, സ്മോളർ ബിഗ്ഗർ അത് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താ, അതിൻ്റെ സ്ട്രക്ചർ നേരത്തെ പോലെ തന്നെ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പം എന്തായിരിക്കും കിട്ടുക, sp3d അറിയുമ്പോൾ 5 അറിയുമ്പോൾ ട്രയാഗണൽ ബൈപിരമിഡായിരിക്കും. പക്ഷേ ആക്ച്വൽ ജോമെട്രി വന്നാൽ ഇത് ഡൈമറൈസ് ചെയ്യുന്ന കാരണം പ്ലാനാർ ആയിരിക്കും. ഇതിൻ്റെ പ്ലെയിൻ ഓഫ് എ പേപ്പറിൽ പ്ലാനാർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് IF5 മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ്. അത് ഞാൻ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നില്ല, ബിക്കോസ് നേരത്തെ പോലെ തന്നെ ഈസിയാണ്. ഇവിടെ ഡൈമറൈസേഷനും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതാം, 5s2 5p5. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് 5 ഫ്ലൂറിൻ ഉണ്ട്. 5 ഫ്ലൂറിലേക്ക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ 5 അൺപെയർഡ് ഇലക്ട്രോൺ വേണം. ഇവിടെ ഇപ്പോൾ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇയാളും എക്സൈറ്റ് ചെയ്യും, ഇയാളും എക്സൈറ്റ് ചെയ്യും. ഇയാൾ ഇവിടേക്ക് വരും, ഇയാൾ ഇവിടത്തേക്കും വരും. അപ്പോൾ 1 2 3 4 5, ഇപ്പോൾ ഇവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവർ ഒന്നായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുന്നു, sp3d2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇവിടെ 2 3 5 1 6 ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ചെയ്ത കാരണം ഇതിൻ്റെ പേരെന്തായിരിക്കും, ഒക്ടാഹെഡ്രലാണ്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രി ഒക്ടാഹെഡ്രലാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ആണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ്. ഒക്ടാഹെഡ്രൽ ഒരു 4 സ്ക്വയറും മുകളിലും താഴെയും ഒരു വര വരുന്നതാണ് ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിൽ ഒരു ലോൺ പെയർ ആണ്. ലോൺ പെയർ ആയ കാരണം അതിനെ ഒഴിവാക്കിയാൽ നമുക്ക് കിട്ടുന്ന പിക്ചർ എന്തായിരിക്കും, സ്ക്വയർ പിരമിഡൽ. അപ്പം ഇതിൻ്റെ സ്ക്വയർ പിരമിഡൽ ഇവിടെ ഉണ്ട്, അണ്ടർലൈൻ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ ജോമെട്രി. ഓക്കെ, ഇനി അടുത്തത് സ്ട്രക്ചർ ഓഫ് IF7 മോളിക്യൂളാണ്. ഒന്ന് ചെയ്ത് നോക്കൂ തനിയെ, എന്നിട്ട് ഇത് നോക്കാം കേട്ടോ. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കറക്റ്റാണോ നോക്കുക. അപ്പോൾ IF7 മോളിക്യൂൾ ഇതുപോലെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക. 7 ബോണ്ട് ഫോം ചെയ്യണം. അതുകൊണ്ട് ഇവർ 2 പേരും മാത്രമല്ല ഇയാളും കൂടെ എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 7 അൺഹൈബ്രിഡൈസ് മീൻസ് 7 സിംഗിൾ ഓക്യുപ്പൈഡ് ഇലക്ട്രോണെ കിട്ടി. അപ്പോൾ അവർ മെർജ് ചെയ്യുക അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് sp3d3 എന്നുള്ള ഹൈബ്രിഡൈസേഷനാണ് കിട്ടുക. sp3d3 എന്ന് പറഞ്ഞാൽ 3 3 6 3 7 ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തു. അതിൻ്റെ അർത്ഥം 7 ആണെങ്കിൽ ജോമെട്രി എന്താ, പെൻറ്റഗണൽ ബൈപിരമിഡലാണ്. അപ്പോൾ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ച്വൽ ജോമെട്രിയും എന്ത് തന്നെയാണ്, പെൻറ്റഗണൽ ബൈപിരമിഡലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇത് വരച്ച് വയ്ക്കണേ. I1 2 3 4 5 6 7 ഒരു പെൻറ്റഗണിനെ വരച്ചിട്ട് മുകളിലും താഴെയും ഒരു വര ഇട്ടാൽ പെൻറ്റഗണൽ ബൈപിരമിഡലായി. പിന്നെ ഇവിടെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആക്സിയലും ഇക്വറ്റോറിയലും, അതായത് ഇതാണ് ആക്സിയൽ ബോണ്ട്, മുകളിലേക്കും താഴേക്കുള്ള വര. ഒരു ആക്സിയലും ഒരു ഇക്വറ്റോറിയലും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇക്വറ്റോറിയലും അതായത് ഇതും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 72 ഡിഗ്രിയാണ്. അതൊന്ന് സൈഡിൽ എഴുതി വെച്ചു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങൾ നോട്ട് എഴുതി സെൻഡ് ചെയ്യാം.